morning devotion. I'm forever yours. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, അളന്നു കിട്ടും. നമ്മളിന്ന് ലോകത്ത് ഈ വിധിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഒരു ജുഡീഷ്യറി ലാംഗ്വേജ് ആയിട്ടാണ് കാണുന്നത്. എന്നാൽ അതിനപ്പുറമായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പലതിനെയും വിധിക്കാം. ഇന്നിനി അത് നടക്കത്തില്ല, അത് സാധ്യമല്ല, കഴിഞ്ഞു, ആ വ്യക്തി ദുഷ്ടനാണ്, അവൻ നല്ലവനാണ്, എനിക്ക് പ്രാപ്തിയില്ല, ഞാനൊരു പരാജയമാണ്, ഞാൻ മിടുക്കനാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ വിധിക്കാറുണ്ട്. പക്ഷെ ഇവിടെ വചനം പറഞ്ഞ് നമ്മൾ വിധിക്കുന്ന വിധി നമുക്ക് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞാല്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ പറയുക, എന്റെ കുഞ്ഞൊരു അനുഗ്രഹമാണ്, അത് വിധിക്കന, മിടുക്കന, നിങ്ങൾ വിധിക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് എന്ത് വിധിക്കുന്നോ അവൻ മിടുക്കനായി വരുമ്പോ അവൻ നിങ്ങളോട് തിരിച്ചു പറയും, എന്റെ അമ്മയും അപ്പനും മിടുക്കനായതുകൊണ്ടാണ് ഞാൻ മിടുക്കനായി, എന്റെ അമ്മയും അപ്പനും അനുഗ്രഹിക്കപ്പെട്ടവരായതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പൊ അതായത് നാം വിധിച്ച വിധി തിരിച്ച് നമ്മളിലേക്ക് വരും. അതുപോലെ തന്നെ നമ്മൾ പല വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ പറയുക, അവൻ കാരണം എന്റെ ജീവിതം പോയി. നമ്മൾ വിധിക്കുക, അവന് അവസരം കൊടുക്കുക നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനായിട്ട്. നമുക്ക് പറയാൻ സാധിക്കണം, ഇല്ല, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത് കർത്താവാണെങ്കിൽ ആർക്കും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യമല്ല. നമ്മൾ വിധിക്കുക. നമ്മൾ ആളുകൾക്ക് എവിടെ വരെ എത്തണം, നമ്മുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കണമെന്ന് തീരുമാനിക്കുന്ന നാമം. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുക. അപ്പൊ നമ്മുടെ ജീവിതത്തില് നാം നമ്മെക്കുറിച്ച്, ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്നുള്ള ബോധ്യത്തോടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ആർക്കും നമ്മുടെ ജീവിതത്തെ തച്ചുടയ്ക്കാൻ, തകർത്തു കളയാൻ സാധ്യമല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളെ വേണ്ടവണ്ണം മനസ്സിലാക്കി ജഡ്ജ് ചെയ്യുന്നില്ലെങ്കിൽ നാട്ടുകാർ വിധിക്കുന്നത് പോലെ, ലോകരും ചുറ്റുപാട് നിൽക്കുന്നവരും വിധിക്കുന്നത് പോലെ നിങ്ങളായിത്തീരും. പ്രിയപ്പെട്ടവരെ, ആമേൻ. ആ സാധ്യത നിങ്ങളുടെ കയ്യിലാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ കാര്യത്തെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളെ വിധിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ, ഞാനൊരു അനുഗ്രഹമാണ്, അതുകൊണ്ട് തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഞാൻ വസിക്കുന്ന വീട് അനുഗ്രഹിക്കപ്പെട്ടതാ, അനുഗ്രഹിക്കപ്പെട്ട എന്റെ കൂടെ നിൽക്കുന്ന സകലരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഗാഡ് ബ്ലസ് യു. ആമേൻ.